എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, ഈ പരിശുദ്ധമായ ഏകാന്ത ദിവസങ്ങൾ തക്ക ഫലത്തോടെ കഴിക്കുന്നതിനും ഈ പരിശുദ്ധമായ ധ്യാന ദിവസങ്ങളിലെ പ്രത്യേക ദൈവപ്രചോദനങ്ങൾക്കും ദൈവാനുഗ്രഹങ്ങൾക്കും തക്കവണ്ണം ജീവിച്ച് എൻ്റെ മന്ദ ജീവിതത്തെ മാറ്റി ഒളിക്കപ്പെട്ട എൻ്റെ ദുർഗുണങ്ങളും ആസക്തികളും കണ്ടുപിടിച്ച് പുണ്യപൂർണതയുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി സ്നേഹപിതാവിൻ്റെ തീഷ്ണതയുള്ള ജപധ്യാനങ്ങളിലും പ്രത്യേകം ദിവ്യപൂജയിലും എനിക്കും നവസന്യാസിനികൾക്കും വേണ്ടി അപേക്ഷിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. വന്ധ്യപിതാവേ, ഒരു വലിയ പാപിയായ ഞാൻ ഈ ധ്യാനം പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ അധികം അസ്വസ്ഥതകളും ഞെരുക്കവും മറ്റും കൂടാതെ കഴിക്കുന്നതിന് ഇടവരാൻ വേണ്ടി പരിശുദ്ധ അമ്മയോടും നല്ല ഈശോയോടും അപേക്ഷിക്കണമേ. സഹിക്കാനാണ് അവിടുത്തെ ഇഷ്ടമെങ്കിൽ അതുതന്നെ എനിക്ക് മതി. പിതാവേ, ചില സമയങ്ങളിൽ എൻ്റെ ബലഹീനതയാൽ വളരെ വേദനയും ക്ഷീണവും വരുന്നുണ്ട്. നല്ല ക്ഷമയും ആത്മശക്തിയും കിട്ടുന്നതിനു വേണ്ടി അമ്മയോട് അപേക്ഷിക്കണമേ. ദൈവത്തിനും പിതാവിനും അല്ലാതെ മറ്റാർക്കും എൻ്റെ ബലഹീനതകൾ മനസ്സിലാവുകയില്ല. പ്രത്യേക വിധം എല്ലാം രഹസ്യം കാക്കണമേ. പിതാവേ, ഒരിക്കൽ ഇതിനൊക്കെ ഇരട്ടി യോഗ്യത കിട്ടുമെന്നുള്ള ഒരു ആശ്വാസം മാത്രമേയുള്ളൂ. ഞാൻ മരിക്കുന്നത് വരെ സഹിച്ചാൽ മതിയല്ലോ. എൻ്റെ ബലഹീനതകൾ പിതാവിനെ എങ്ങനെ ഞാൻ അറിയിക്കും? അപേക്ഷിക്കണമേ. എൻ്റെ ദുർബല സമയത്ത് നല്ല ധൈര്യം ലഭിക്കുവാൻ തക്ക ഗുണദോഷ മറുപടി എനിക്ക് സാവധാനത്തിൽ അയച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇപ്പോൾ കന്യാവ്രതത്തിനെതിരായുള്ള പ്രലോഭനങ്ങൾ വരുന്നില്ല. എങ്കിലും വേദന ശക്തിയായിട്ടുണ്ട്. എന്തെഴുതേണ്ടു പിതാവിന് അറിയാമല്ലോ. ഒരിക്കൽ ഞാൻ കുർബാന കൈക്കൊണ്ടു നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന്, മകളെ, ആ സമയം എന്നെയും നിന്റെ മോക്ഷമണവാളനെയും കാണുകയില്ല. എങ്കിലും നിന്റെ അടുക്കൽ നീ അറിയാതെ ഞങ്ങളുണ്ടാകും. ഒന്നുകൊണ്ടും കലങ്ങേണ്ട. നിന്റെ ഉള്ളിൽ നല്ല ശക്തി ഞങ്ങൾ നിനക്ക് തരുന്നുണ്ട്. ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. മകളെ, നല്ല ധൈര്യമായിരിക്കണം. സഹനങ്ങൾക്ക് നിന്നെ കൈയാളിക്കണം. ഇതെല്ലാം നിന്റെ ഏറ്റവും വലിയ യോഗ്യതയ്ക്ക് വേണ്ടിയാകുന്നു തരുന്നത്. നീ കലങ്ങേണ്ട. ഞാൻ നിന്റെ അമ്മ തന്നെയാകുന്നു. ദുഃഖിക്കേണ്ട. ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ. മകളെ, നീ ഈ കഠിന പീഡകൾ സഹിക്കുന്നതിൽ നിന്റെ അമ്മയായ എനിക്ക് ദുഃഖമുണ്ട്. എങ്കിലും നീ ഇത് സഹിക്കുന്നത് ദൈവ തിരുമനസ്സായതുകൊണ്ടാണ്. മകളെ, നിന്നെ ഒരു ബലിയായിട്ട് നിന്റെ മോക്ഷമണവാളന് കൊടുക്കണം. ദൈവ തിരുമനസ്സിനെ കീഴ്വഴങ്ങി നല്ലവണ്ണം ഇത് സഹിക്കണം എന്നും മറ്റും അരുളി ചെയ്ത് വളരെ സ്നേഹഭാവത്തിൽ തഴുകി മുത്തി ആശീർവാദം തന്നുപോയി. ഇത് ഒരു വ്യാഴാഴ്ചയായിരുന്നു. അന്ന് രാത്രി 8 മണിയിൽ തുടങ്ങി എന്നോട് അവർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ഞാൻ എഴുതേണ്ടത്. ഓർക്കുമ്പോൾ കൂടെയും എൻ്റെ കൈകാലുകൾ തളർന്നു പോകുന്നു. എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല. പാതിര കഴിഞ്ഞ് 3-4 മണിയോടെ കുറഞ്ഞു. എനിക്ക് ഇരുന്നെഴുതുന്നതിന് തീരെ സുഖമില്ല. നിന്നാകുന്നു എഴുതുന്നത്. പിതാവേ, ഞാൻ മരിക്കാതെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവം തന്നെ എന്നെ കാത്തു രക്ഷിച്ചു, നിശ്ചയം. ആ ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് ഞാൻ ധ്യാനിക്കുന്ന സമയം ദിവ്യ ഉണ്ണി സ്വരമുയർത്തി, ശീശ്മക്കാരുടെ മാനസാന്തരത്തിനും കേസിൻ്റെ വിജയത്തിനും വേണ്ടി എൻ്റെ അമ്മയോടുകൂടെ നല്ലവണ്ണം അപേക്ഷിക്കുക. എൻ്റെ തിരുരക്തം നിത്യപിതാവിന് കാഴ്ചവെച്ച് അപേക്ഷിക്കണം എന്ന് 3 പ്രാവശ്യം. പിന്നെ ഒന്നും ഓർക്കുന്നില്ല പിതാവേ. അന്ന് ശനിയാഴ്ച കേസിൻ്റെ വിസ്താരമായിരുന്നു. അന്ന് എനിക്ക് മുഴുവൻ ധ്യാനത്തിനും ഉണ്ണീശോയുടെ കുറി തലേ ദിവസം കിട്ടി. വ്യാഴാഴ്ച പീഡകൾ കൊണ്ട് വളരെ അവശയായിരുന്നു. ശനിയാഴ്ച പെട്ടെന്ന് കുറെ ആശ്വാസമായി. ധ്യാനവും കഴിച്ചു. ഇനി ഒന്നും വിശേഷാൽ ഓർക്കുന്നില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ അമ്മ വന്ന് ശീശ്മക്കാർക്ക് വേണ്ടി നല്ലവണ്ണം ഇപ്പോൾ അപേക്ഷിക്കണം. മകളെ, നിനക്ക് വളരെ ക്ഷീണമാണല്ലോ, അമ്മ സഹായിക്കാം എന്ന് പറഞ്ഞ് എന്നെ എഴുന്നേൽപ്പിച്ചു. അമ്മയോടുകൂടെ ഉച്ച കഴിഞ്ഞ് 5 മണി വരെ അപേക്ഷിച്ചു. ഇനി ഒന്നും ഓർക്കുന്നില്ല. അതിൽ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ആരെയും എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല. സ്വരം മാത്രം കേട്ടു. പിതാവേ, എനിക്ക് സുഖമില്ലാതെ വരുന്നു. നിർത്തട്ടെ. അപേക്ഷിക്കണമേ. എനിക്ക് നല്ല ക്ഷമ മേടിച്ചു തരണമേ. സ്ലീഹായ്ക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ
ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് അയോഗ്യമകളായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എവുപ്രാസ്യ.